അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 62. ഞാൻ മനഃപൂർവ്വമല്ല. അത് വിളക്ക് വെക്കാൻ ജ്വാല പറഞ്ഞു വിട്ടതാ എന്നെ. ഞാൻ അവളെയും കൂട്ടി വരാൻ. പക്ഷെ അവള് കുളിച്ചില്ല. അതുകൊണ്ടാ. അല്ലാതെ ഞാൻ ഒരിക്കലും അവളെ. അത്രയും പറഞ്ഞപ്പോഴേക്കും പൊന്നും മുഖം പൊത്തി പൊട്ടി കരഞ്ഞു പോയിരുന്നു. അപ്പു പകച്ചുപോയി. ഇത്രയും നേരം തനിക്ക് മുന്നിൽ നിന്നും വീറോടെ സംസാരിച്ചിരുന്നവളുടെ ഇങ്ങനൊരു ഭാവം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവളെ നോക്കുമ്പോൾ ചരണിന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെയാ അവന്റെ അതേ മുഖച്ഛായ ഇവൾക്ക്. അതുകൊണ്ട് ഇവള് കരയുന്ന കാണുമ്പോൾ തെല്ലുപോലെ ഇവളോട് സഹതാപം തോന്നുന്നില്ല. പക്ഷെ എന്തിനാ ഇവളിങ്ങനെ കരയുന്നേ? അവൻ അവളെ തന്നെ നോക്കി നിന്നു. അല്പനേരത്തിന് ശേഷം അവള് മുഖമുയർത്തി അവനെ നോക്കി. കരഞ്ഞ് കരഞ്ഞ് അവളുടെ മുഖം ആകെ ചുവന്നിട്ടുണ്ട്. അവൻ അവളുടെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി. പതിയെ അവളുടെ മുഖത്തെ സങ്കടം മാറി വീണ്ടും അവിടെ ദേഷ്യം നിറയുന്നത് അപ്പു മിഴിഞ്ഞ കണ്ണുകളോടെ കണ്ടു. അവൻ അവളെ അന്തം വിട്ടു നോക്കി. അടുത്ത നിമിഷം പൊന്നു അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നു. താൻ ആരാന്നാടോ തന്റെ വിചാരം? ഒരു കോരവ് കൊരങ്ങൻ. താൻ ആരാടോ എന്നെ പറയാൻ? ഞാൻ ആരാന്ന് എന്റെ ജ്വാലയ്ക്കറിയാം. അത് മതി എനിക്ക്. തൻ്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ചൈതന്യക്ക് ആവശ്യമില്ല. അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പകച്ചുപോയ അപ്പുവിന് അപ്പോഴാണ് ബോധം വന്നത്. അടുത്ത നിമിഷം അവന്റെ മുഖത്ത് അതിനേക്കാൾ ദേഷ്യം നിറഞ്ഞു. പിന്നെ എന്തിനാടി നാഗവല്ലി നീ ഇവിടെ കിടന്ന് കരഞ്ഞു പിഴിഞ്ഞ്? നാഗവല്ലി പോലും മാറി നിൽക്കും നിന്റെ അഭിനയത്തിന്റെ മുന്നില്. വിടടി കുട്ടി പിശാശ എന്നെ. അവൻ ഷർട്ടിൽ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചു. പക്ഷെ പൊന്നുവിന്റെ കൈ ഒന്നുകൂടി അവിടെ മുറുകുകയാണ് ചെയ്തത്. നാഗവല്ലി നിന്റെ മറ്റവള് പോടാ മാക്രി. ഇനി നീ എന്നെപ്പറ്റി വല്ലതും പറഞ്ഞാ ഓർത്ത് വെച്ചോ. ജ്വാല പറഞ്ഞ പോലെ നിന്നെ തന്നെ കെട്ടു ഞാൻ. എന്നിട്ട് എന്റെ പിള്ളേരെ കൊണ്ട് നിന്നെ ഞാൻ അച്ഛാന്ന് വിളിപ്പിക്കും. തനിക്ക് അറിയില്ല എന്നെ. ദേഷ്യം കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലും പൊന്നു മറന്നുപോയിരുന്നു. എന്നാൽ അവളുടെ സംസാരം കേട്ട് അപ്പുവിന്റെ കണ്ണ് ഇപ്പോൾ പുറത്തു വരുമെന്ന പോലെ ആയിട്ടുണ്ട്. അവൾ അവനെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. അപ്പു അവളെ അതേപോലെ നോക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും ആദ്യമായി അവളുടെ തുറിച്ചു നോട്ടത്തിൽ അവനൊന്ന് പതറി. നിന്നെയൊക്കെ കെട്ടുന്നതിലും നല്ലത് വല്ല ട്രെയിനിന്റെ മുന്നിൽ തല വെക്കുന്നതാ. പതർച്ചയോടെയെങ്കിലും അവൻ പറഞ്ഞു. എന്നാ ട്രെയിൻ നോക്കി വെച്ചോ തനിക്ക് തല വെക്കാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും കൈയെടുത്ത് അവനെ തുറിച്ചു നോക്കി തിരിഞ്ഞു നടന്നു. എന്നാൽ പുറകിൽ എല്ലാം കേട്ടുകൊണ്ട് നിന്ന് അഗ്നിയെ കണ്ടതും അവളൊന്ന് ഞെട്ടി. അവളുടെ തല താണു. അപ്പു അപ്പോഴാണ് അഗ്നിയെ കണ്ടത്. അവൻ അഗ്നിയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അഗ്നി അവർക്കടുത്തേക്ക് വന്നു. അവനെ കണ്ടതും പൊന്നുവിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. എന്താ ഇവിടെ? അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു. പൊന്നു അവനെ കണ്ണു നിറച്ചു നോക്കി. എന്താ പൊന്നു, എന്താ രണ്ടുപേരും കൂടി വഴക്ക്? നീ എന്തിനാ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചേ? അഗ്നി അവളെ കണ്ണു ചുരുക്കി നോക്കി. അവൻ ആ സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അപ്പൂനും പൊന്നൂനും മനസ്സിലായി. അവൾ അവനെ വേദനയോടെ നോക്കി. അഗ്നിയേട്ടാ, ഞാൻ മനഃപൂർവ്വമല്ല. എന്നോട് ക്ഷമിക്ക്. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ജ്വാലയെ. അവൾ തേങ്ങി. അഗ്നിക്ക് അവളുടെ സംസാരം കേട്ട് പാവം തോന്നി. അവൻ അവളെ ഒരു കൈയാൽ ചേർത്തു പിടിച്ചു. പൊന്നു അവന്റെ വയറിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നി അവളുടെ തലയിൽ തലോടി. അപ്പു രണ്ടാളെയും അത്ഭുതത്തോടെ നോക്കി. ഇതൊക്കെ എപ്പോ എന്ന ഭാവമാണ് അവനിൽ. പൊന്നു കരയല്ലേ? അഗ്നി അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. എന്നോട് ദേഷ്യമാണോ അഗ്നിയേട്ടാ? അവൾ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. അഗ്നി അവളെ നോക്കി പുഞ്ചിരിച്ചു. സാരല്ല, കരയണ്ടാട്ടോ. പെട്ടെന്ന് കുഞ്ഞൻ അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ ആകെ തകർന്നു പോയടാ. ആ ഒരു സങ്കടത്തിലായിരുന്നു ഞാൻ. ഒരു നിമിഷം അവൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് പോലും ചിന്തിച്ചു പോയി. അതുകൊണ്ടാ മോളോട് മിണ്ടാതിരുന്നേ. അല്ലാതെ ദേഷ്യമൊന്നുമില്ല. എന്നാലും ഒന്നുകൂടെ ശ്രദ്ധിക്കായിരുന്നു നിനക്ക് അവളെ. സാരല്ല, അത് കഴിഞ്ഞില്ലേ? അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല അഗ്നിയേട്ടാ. പെട്ടെന്ന് അഗ്നിയേട്ടൻ എന്നോട് ദേഷ്യാന്ന് തോന്നിപ്പോയി. കുറെ കരഞ്ഞു ഞാൻ. അവൾ വിതുമ്പലോടെ പറഞ്ഞു. ഇനി കരയണ്ട, അത് കഴിഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ അവനെ കണ്ണു നിറച്ചു നോക്കി. അഗ്നി അവളുടെ കണ്ണ് തുടച്ചു കൊടുത്ത് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. അപ്പവും പൊന്നും അവനെ ഉറ്റുനോക്കി. പോവാട്ടോ, ഇടയ്ക്ക് അങ്ങോട്ട് വരണം. ഈ രാത്രി തന്നെ പോണോ? അവൻ പറഞ്ഞതും അവൾ വിഷമത്തോടെ ചോദിച്ചു. അതെ പോണം. എന്തോ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അവൻ പറഞ്ഞു. എല്ലാത്തിനും പറഞ്ഞു വിട അഗ്നിയേട്ടാ. പൊന്നു പറഞ്ഞതും അഗ്നിക്ക് ചിരി വന്നു. ഏയ്, ഇവിടെ തന്നെ വേണം അവരെല്ലാം. അവർക്ക് എത്രയൊക്കെ ജ്വാലയോട് വെറുപ്പാണെങ്കിലും ജ്വാലയ്ക്ക് ഇപ്പോഴും എല്ലാരോടും സ്നേഹ. മാത്രല്ല ഇറക്കി വിട്ട നീയും പോവേണ്ടി വരില്ലേ ഇവിടെന്ന്? അഗ്നി ചിരിയോടെ ചോദിച്ചു. അതിനെന്താ, ഞാൻ എന്തായാലും അഗ്നിയേട്ടന്റെ വീട്ടിലേക്ക് തന്നെ വരൂലോ. അവൾ പറഞ്ഞു. എന്റെ വീട്ടിലേക്കോ? അഗ്നി ചിരിയോടെ ചോദിച്ചു. ആ ചിരിയിൽ നിന്നും അവരല്പം മുന്നേ സംസാരിച്ചത് അഗ്നി കേട്ടിട്ടുണ്ടെന്ന് പൊന്നൂനും അപ്പൂനും മനസ്സിലായി. അപ്പു പൊന്നുവിനെ കൂർപ്പിച്ചു നോക്കി. അവൾ അവനെ നോക്കി പുച്ഛിച്ചു. ദേ, നിങ്ങളുടെ അനിയൻ എന്നോട് വെറുപ്പ്. അതുകൊണ്ട് ഇങ്ങേര് ഈ ജന്മം എന്നെ തന്നെ കെട്ടി ജീവിക്കട്ടെ എന്നാ എന്റെ തീരുമാനം. അഗ്നിയേട്ടന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? പൊന്നു കണ്ണിറുക്കി. അഗ്നിക്ക് ചിരി വന്നു. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അപ്പുവിനെ കുറുമ്പോടെ നോക്കി. ഏയ്, എനിക്കെന്ത് എതിർപ്പ്? അല്ലേലും നിങ്ങൾ രണ്ടാളും ചേരും.
അഗ്നി കണ്ണിറുക്കി. പൊന്നു വിജയച്ചിരിയോടെ അപ്പുവിനെ നോക്കി. എടി, അപ്പു അവളെ ദേഷ്യത്തോടെ വിളിച്ചു. പോടാ കൊരങ്ങ. അതും വിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും അകത്തേക്ക് ഓടി. അത് കണ്ട് അഗ്നി ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി. പൊന്നു, ജ്വാല റെഡിയായി കഴിഞ്ഞില്ല, നീ ചെന്ന് വിളിക്ക്. അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ആ അഗ്നിയേട്ടാ. അകത്തു നിന്നും അവളുടെ ശബ്ദം അഗ്നി കേട്ടു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ നേരെ തിരിഞ്ഞു നോക്കിയത് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അപ്പുവിനെയാണ്. അത് കണ്ട് അഗ്നി കുറുമ്പോടെ അവനടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈയിട്ടു. അപ്പു അവനെ പരിഭവത്തോടെ നോക്കി. എന്നാൽ ഈ നേരം അത്രയും ആരും കാണാതെ മറഞ്ഞു നിന്ന് അപ്പുവിന്റെ പൊന്നുവിന്റെ സംസാരം ശ്രദ്ധിക്കുകയായിരുന്നു അംബിക. രണ്ടാളുടെയും ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് കരുതി തകർന്നു നിൽക്കുകയായിരുന്നു അവർ. എന്നാൽ പൊന്നുവിന്റെ വാശിയോടെയുള്ള സംസാരവും അതിനോട് അഗ്നിയുടെ ചിരിയോടെയുള്ള അനുകൂല മറുപടിയും അവരിൽ നേരിയ ഒരാശ്വാസം നിറച്ചു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അപ്പുവിനെയും പൊന്നുവിനെ ഒന്നിപ്പിക്കണമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. അഗ്നി തന്നെ വീർത്ത മുഖത്തോടെ നോക്കുന്ന അപ്പുവിനെ നോക്കി നന്നായി ചിരിച്ചു കൊടുത്തു. ഏട്ടാ, ഏട്ടൻ എന്തിനാ കുരിപ്പ് പറഞ്ഞതിനൊക്കെ ചിരിയോടെ സമ്മതം പറഞ്ഞേ? അപ്പു അവനെ കൂർപ്പിച്ചു നോക്കി. അഗ്നി അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തിണ്ണയിൽ പോയിരുന്നു. അപ്പു അവനെ തന്നെ നോക്കി. എടാ, അതൊരു പാവം കൊച്ചാ, കുറച്ച് കുറുമ്പിയാണെന്നേ ഉള്ളൂ. നീ എന്തിനാ വെറുതെ അതിനോട് വഴക്കിടാൻ പോയേ? അതുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞേ? അഗ്നി ചോദിച്ചു. ഞാൻ എന്ത് വഴക്കിട്ടു നേട്ടം പറയുന്നേ? ഞാൻ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവളല്ലേ ജ്വാലയെ കൂട്ടി കുളത്തിലേക്ക് പോയേ? എല്ലാം ആ സുരഭി പറഞ്ഞിട്ടായിരിക്കും ഏട്ടാ. അപ്പു ഗൗരവത്തോടെ പറഞ്ഞു. ഏയ് അല്ല അപ്പു, പൊന്നൊരു പാവാണ്ടാ. കുഞ്ഞൻ പറഞ്ഞത് സത്യം തന്നെയാ. അവൾക്ക് കുഞ്ഞിനെ വലിയ ഇഷ്ടാ. എപ്പോഴും അവളുടെ ഒപ്പം നിന്ന് അവളെ കംഫർട്ടാക്കും പൊന്നു. അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോ ഏട്ടനെ അവളെ അഭിനയത്തിൽ വീഴ്ത്തിയെന്ന് സാരം. എന്തു പറ്റിയേട്ടാ? ഏട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവളാ കിച്ചുവിന്റെ അനീത്തിയാ. അപ്പുവിന് അഗ്നിയുടെ സംസാരം കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ അപ്പു? നിനക്കറിയില്ലേ നിന്റെ ഏട്ടൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരാളായിട്ട് അടുക്കില്ലാന്ന്? പൊന്നുവിന്റെ സ്വഭാവം നേരിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാ ഏട്ടൻ അവളോട് ഇത്രയും അടുത്തതും. അവന്റെ സ്വരം കടുത്തു. അപ്പു അവനെ സൂക്ഷിച്ചു നോക്കി. എന്തിനേട്ടാ എന്നോട് ദേഷ്യം? അവൾക്ക് വേണ്ടിയാണോ? അപ്പു പതിയെ ചോദിച്ചു. അഗ്നി അവനെ ചേർത്ത് പിടിച്ചു. ഏട്ടന് ദേഷ്യമൊന്നും ഇല്ല അപ്പു. പക്ഷെ പൊന്നു, അവളൊരു പാവാണ്ടാ. അവൾ ഇത്രയും പൊട്ടിത്തെറിച്ച് ഞാൻ കാണുന്നത് തന്നെ ഇപ്പൊ നിന്നോടാ. നിനക്കറിയോ, ഞാൻ ജോലയെ കയ്യിലെടുത്തോണ്ട് വരുമ്പോ പൊന്നു കരഞ്ഞോണ്ടാ എൻ്റെ അടുത്തേക്ക് വന്നേ. ആ കണ്ണീരൊരിക്കലും അഭിനയല്ല അപ്പു. അഗ്നി അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. അപ്പു മൂളി. പിന്നെ അവള് പറഞ്ഞതുപോലെ നീയും അവളും തമ്മിൽ ചേരൂട്ടോ. അഗ്നി കണ്ണിറുക്കി. അപ്പു അവനെ കലിയോടെ നോക്കി. അയ്യേ, എനിക്കൊന്നും വേണ്ട പന്നിയെ. നാക്കുണ്ടോ കുരിപ്പിന്റെ നാഗവല്ലി. അപ്പു പല്ല് കടിച്ചു. അഗ്നിക്ക് ചിരി വന്നു. വെറുതെ അവളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ അങ്ങോട്ട് പോയിട്ടല്ലേ? അഗ്നി കളിയാക്കി. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണോ അവള് പറഞ്ഞ്? അവളെന്നെ കിട്ടും പോലും. എന്റെ പട്ടിക്ക് പോലും വേണ്ട അവളെ. അപ്പു ചുണ്ടുകൊട്ടി. പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടുക്കില്ലെന്ന് അപ്പു. അവസാനം നീ പറഞ്ഞ പോലെ നിന്റെ പട്ടി തന്നെ അവളെ കെട്ടേണ്ടി വന്നാലോ? പക്ഷെ ആ പട്ടിക്ക് ആരവെന്നാ പേരെന്നെങ്കിലോ? അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അഗ്നി പൊട്ടി വന്ന ചിരി ഒതുക്കി. ഏട്ടാ! അപ്പു ദേഷ്യത്തോടെ അവനെ വിളിച്ചു. അല്ലടാ, ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. ആ പെണ്ണ് ഒരു കാര്യത്തിൽ ചരടിനെ പോലെയാ, കുറച്ച് വാശിക്കാരിയാ. അഗ്നി പറഞ്ഞു. ഓ, അതിലും വലിയ വാശി കാണിച്ചവനല്ലേ ആ കിച്ചു. എന്നിട്ടിപ്പോ എന്തായി? കിടപ്പായില്ലേ? അപ്പു പുച്ഛിച്ചു. അഗ്നി അവനെ ചിരിയോടെ നോക്കി. പക്ഷെ ഇത് അങ്ങനെ കിടപ്പാവുന്നതിനല്ല അപ്പു. അവള് കാര്യമായിട്ടാ പറഞ്ഞതെങ്കിൽ അവള് നിന്നെ കൊണ്ടേ പോവൂ. മാത്രല്ല, ജ്വാലയുടെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നിനക്ക് വേണ്ടി അവളെ നോക്കാൻ. അഗ്നി കുറുമ്പോടെ പറഞ്ഞു. അപ്പു അവനെ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് എവിടെ ഏട്ടത്തി? ഇങ്ങോട്ട് വരട്ടെ അവള്. അതുപോലൊരു ജന്തുവിനെ മാത്രമേ അവൾക്ക് കിട്ടിയുള്ളൂ എനിക്ക് വേണ്ടി. അപ്പു മുഖം വീർപ്പിച്ചു. അഗ്നി അവനെ സ്നേഹത്തോടെ നോക്കി. പാവാണ്ട അവള്. നീ വേണായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ. എങ്കിൽ നിനക്ക് മനസ്സിലായേനെ പൊന്നുവിന്റെ സ്വഭാവം. ജ്വാല ഇത്രയും കാലം സംരക്ഷിച്ചത് പൊന്നുവാന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാവും. അത്രമേൽ ഉറപ്പുണ്ടായിരുന്നു അഗ്നിയുടെ വാക്കുകൾക്ക്. അപ്പു അവനെ തന്നെ നോക്കിയിരുന്നു. എന്താടാ? അവന്റെ നോട്ടം കണ്ട് അഗ്നി ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ഏട്ടൻ പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കുകയായിരുന്നു ഞാൻ. എല്ലാരും കൂടി ആ നാഗവല്ലി എന്നെ കൊണ്ട് കെട്ടിക്കാൻ പോവാണോ? എങ്കിൽ പൊന്നുമോൻ അത് മുളയിലെ നുള്ളിക്കോ. എനിക്കാ ജന്തുവിനെ വേണ്ട. ഒന്നാമത് അതിന് ആ കിച്ചുവിന് അതേ മുഖ, പിന്നെ അതിന്റെ നാക്ക്. എന്റെ പൊന്നോ വേണ്ട. എനിക്കെന്റെ ജ്വാലക്കുട്ടിയുടെ പോലെ ഒരു പാവം പെണ്ണിനെ മതി. അപ്പു ചിരിയോടെ പറഞ്ഞു. അഗ്നി അവനെ നോക്കി വെറുതെ ഒന്ന് തലയാട്ടി. പാവം നിന്റെ ജ്വാല. നിനക്ക് എന്തറിയാ എൻ്റെ അപ്പു? പെണ്ണ് വെറും കുറുമ്പിയായിട്ടുണ്ട് ഇപ്പോ. അഗ്നി ചിരിച്ചു. ഒന്ന് പോയേട്ടാ. അവൾക്ക് ആകെ കുറുമ്പ് എന്നോട് അച്ഛനോട് അമ്മയോടേ ഉള്ളൂ. ഏട്ടൻ അവൾക്ക് പേടിയാ. അപ്പു കാര്യമായി പറഞ്ഞു. ഹുവ, പേടി. അഗ്നി ചിരിച്ചു. അപ്പു അവനെ സംശയത്തോടെ നോക്കി. ഞാൻ ഒന്നും പറയുന്നില്ല അപ്പു. എല്ലാം നീ നേരിട്ട് കണ്ടു ബോധിക്ക്. അഗ്നി കുറുമ്പോടെ പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. എന്നിട്ട് എവിടെ ആരവേട്ടൻ്റെ ഏട്ട എൻ്റെ ഏട്ടത്തിപ്പെണ്ണ്?
അപ്പു അഗ്നിയെ കളിയാക്കി. പക്ഷെ അത് കേട്ടിട്ടും അഗ്നിയുടെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നുമില്ല. ഇതെന്തു പറ്റി ജ്വാലയുടെ അദ്ദേഹത്തിന്? അല്ലെങ്കിൽ ആരവേട്ടന്റെ ഏട്ടന്റെ വിളി കേൾക്കുമ്പോഴേക്കും ഈ കവിള് വീർക്കുന്നതാണല്ലോ. അപ്പു അവനെ ചൂഴ്ന്നു നോക്കി ആ കവിളിൽ ഒരു കുത്തു വെച്ചു കൊടുത്തു. ആ അടങ്ങട ചക്ക. അഗ്നി ചിരിയോടെ ആ കൈ പിടിച്ചു വെച്ചു. അപ്പു അവന്റെ തോളിലേക്ക് കുറുമ്പോടെ ചാഞ്ഞിരുന്നു. ആരവേട്ട. അഗ്നിയുടെ അടുത്തായിരിക്കുന്ന അപ്പുവിനെ വിളിച്ചുകൊണ്ട് ജ്വാല പുറത്തേക്ക് വന്നു. അപ്പു അവളെ നോക്കി ചിരിയോടെ എഴുന്നേറ്റ് നിന്നു. ജ്വാല അവനെ നോക്കി ചിരിച്ചു. അപ്പു അവളുടെ രണ്ട് കവിളിലും പിടിച്ചു വലിച്ചു. എടി ഏട്ടത്തി, സുഖാണോടി? എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്? അപ്പു പറഞ്ഞു. ജ്വാല അവന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. ജ്വാലയ്ക്കൊപ്പം വന്ന പൊന്നു അവരെ തന്നെ നോക്കി തൂണിലേക്ക് ചാരി നിന്നു. വീഡിയോ കോൾ ചെയ്യാറില്ലേ? അപ്പൊ കാണാറുണ്ടല്ലോ. ജ്വാല അവനെ കളിയാക്കി. പോടി, ഞാൻ അതല്ല പറഞ്ഞേ. നീ വീട്ടിലില്ലാതെ വല്ലാത്ത മിസ്സിങ്. ഇനി ഇത്ര ദിവസമൊന്നും ഇവിടെ വന്ന് നിൽക്കണ്ടാട്ടോ. എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല ഇപ്പോ. അവൻ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ആണോ? അവൾ അതുപോലെ അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, നീ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളെങ്കിലും വല്ലാത്തൊരു മിസ്സിങ്. അമ്മയച്ഛനൊക്കെ നിന്നെ കാണാൻ കാത്തിരിക്കുക. അപ്പോൾ അവളുടെ തോളിലൂടെ കൈയിട്ടു. ജ്വാല അവനെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. പൊന്നു അത്ഭുതത്തോടെയാണ് ഇരുവരെ നോക്കിയത്. അവളുടെ തോളിലിരിക്കുന്ന അപ്പുവിന്റെ കൈകൾ അവളിൽ എന്തെങ്കിലും അസ്വസ്ഥത നിറയ്ക്കുന്നുണ്ടോ എന്നാണ് പൊന്നു ആദ്യം നോക്കിയത്. ഇല്ല, അവൾ നിറഞ്ഞ സന്തോഷത്തിലാ. പൊന്നുവിന്റെ ചുണ്ടുകൾ വിടർന്നു. ജ്വാല അഗ്നിയുടെ വീട്ടിൽ ശരിക്കും ഹാപ്പിയാണെന്ന് അപ്പുവിനെ കണ്ടപ്പോഴുള്ള അവളുടെ മുഖത്തെ തെളിച്ചത്തിൽ നിന്നും പൊന്നുവിന് മനസ്സിലായി. അഗ്നിയെ പോലെ തന്നെ അപ്പുവും ജ്വാലയോട് ഒരു കുഞ്ഞിനോട് പെരുമാറുന്നത് പോലെയാണ് സംസാരിക്കുന്നതെന്ന് അവൾ വിടർന്ന കണ്ണുകളോടെ മനസ്സിലാക്കി. ശരിക്കും അവളിപ്പോ ഒരു സ്വർഗത്തിൽ തന്നെയാ. പൊന്നുവിന്റെ കണ്ണുകൾ സന്തോഷത്താൽ ഈറനായി. സന്തോഷായിട്ടിരിക്കട്ടെ എന്നും അവള്. അത്ര വേണ്ടു എനിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. കണ്ണുകൾ അറിയാതെ അപ്പുവിലേക്ക് നീണ്ടു. ജ്വാലയെ അഗ്നിയുടെ അടുത്തായിരുത്തി അവളുടെ തോളിലൂടെ കൈയിട്ട് വിശേഷങ്ങൾ പറയുകയാണ് അപ്പു. അഗ്നി ജ്വാലയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ജ്വാല അപ്പുവിനോട് സംസാരിക്കുന്ന തിരക്കിലും ഈ മനുഷ്യന് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ വെട്ടുപോത്തിന്റെ പോലെ എന്നോട് പെരുമാറിയേ? പൊന്നു അപ്പുവിനെ നോക്കി ചിന്തിക്കാതിരുന്നില്ല. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് നേരത്തെ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിലും അവന്റെ ജ്വാലയോടുള്ള സ്നേഹം കാണവേ അവളിൽ അവനോട് എന്തോ ഒരു കുഞ്ഞിഷ്ടം തോന്നാൻ തുടങ്ങിയിരുന്നു. ചേച്ചേ, എന്റെ പൊന്നു, നിനക്ക് എന്തിനാ കൊരങ്ങനെ? നിന്നോട് അവൻ എന്തൊക്കെ പറഞ്ഞു? അതൊക്കെ നീ മറന്നുപോയോ? അവൾ അവളോട് തന്നെ ചോദിച്ചു. മറന്നിട്ടൊന്നുമില്ല. എന്നാൽ ഇങ്ങനെ സന്തോഷമുള്ള ഒരു വീട്ടിൽ കഴിയാൻ കൊതി തോന്നുന്നു. അഗ്നിയേട്ടന് വേറൊരു അനിയൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അല്ലാതെ ഈ മരപ്പട്ടിയെ എങ്ങനെ ഞാൻ സ്നേഹിക്കൂ ഈശ്വര. വാശിക്ക് ഓരോന്ന് പറഞ്ഞും പോയി. ഹാ, അവളൊന്ന് നിശ്വസിച്ചു. എന്നാൽ ജ്വാലയോട് സംസാരിക്കുന്നതിനിടയിലും തന്നെ നോക്കി നിൽക്കുന്ന പൊന്നുവിനെ അപ്പു കാണുന്നുണ്ടായിരുന്നു. അവൻ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ മുഖമുയർത്തി അവളെ കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ പൊന്നു ഒന്ന് പതറിയെങ്കിലും അവൾ അവനെ നോക്കി പുച്ഛിച്ചു കൊടുത്തു. അത് കണ്ട് ജ്വാലയും അഗ്നിയും ചിരിച്ചു. റൂമിൽ നിന്ന് തന്നെ പൊന്നു അപ്പുവുമായി ഉണ്ടായ സംസാരമെല്ലാം ജ്വാലയോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജ്വാല കുറുമ്പോടെയാണ് രണ്ടിനെ നോക്കിയത്. എടി ഏട്ടത്തി, എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? നീ എന്താ നിന്റെ അരവേട്ടന്റെ ഏട്ടനോട് മിണ്ടാത്തെ? അപ്പു കുറുമ്പോടെ അവളോട് ചോദിച്ചു. ജ്വാല അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ച് അഗ്നിയെ നോക്കി. അഗ്നി ഒന്നും മിണ്ടാതെ ജ്വാലയെ മാത്രം നോക്കിയിരുന്നു. എന്താ അഗ്നി നോക്കണേ? നമുക്ക് പോവാ? അവള് കണ്ണ് വിടർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. അഗ്നി അവളെ നോക്കി ചിരിച്ചു. പോണോ? നീ ഇവിടെ നിന്നോ, ഞങ്ങൾ രണ്ടാളും പോയേക്കാം. അവൻ കണ്ണിറുക്കി. ജ്വാല അവനെ നോക്കി കണ്ണുരുട്ടി. കൊല്ലും ഞാൻ, നീ കൊണ്ടുപോണം. അവൾ അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു. വീടടി പൂച്ചക്കുട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. നൈനിങ്ങനെ പറയില്ല എന്ന് പറ. അവൾ ഒന്നുകൂടി ആ താടി രോമത്തിൽ പിടിച്ചു വലിച്ചു. ഞാൻ പോവുന്നെങ്കിൽ എന്നെ കുഞ്ഞിനെ കൂട്ടിയല്ലേ പോവൂ, അല്ലാതെ അഗ്നി പോവുന്ന് തോന്നുന്നുണ്ടോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല. അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ താടിയിൽ നിന്നും പിടിവിട്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അഗ്നി ചിരിയോടെ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്നാൽ ഇത്രയും നേരം അവരുടെ സംസാരം കേട്ടിരുന്ന അപ്പുവിന്റെ കണ്ണു മിഴിഞ്ഞ് ഇപ്പോൾ പുറത്തു വരുമെന്ന പോലെ ആയിട്ടുണ്ട്. അവൻ അവർക്കടുത്തു നിന്നും എഴുന്നേറ്റ് നിന്ന് രണ്ടിനെ വാപൊളിച്ചു നോക്കി. അവന്റെ നോട്ടം കണ്ടതും ജ്വാല അഗ്നിയിൽ നിന്നും പിടഞ്ഞു മാറി നേരെയിരുന്നു. അവൻ രണ്ടാൾക്കു നേരെ വിരല് മാറി മാറി ചൂണ്ടി. എന്നിട്ട് സ്വയം അവന് നേരെ തന്നെ ചൂണ്ടി. ജ്വാല അവന്റെ കിളിപാറിയെ കാണിക്കല് കണ്ട് അവനെ അന്തം വിട്ട് നോക്കി. അഗ്നി പൊട്ടിവന്ന ചിരിയൊതുക്കി അപ്പുവിനെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. അഗ്നിയോ? ഇതൊക്കെ എപ്പോ? അപ്പു അത്ഭുതത്തോടെ ചോദിച്ചു. ജ്വാല അവനെ നോക്കി ചമ്മലോടെ ഇളിച്ചു കൊടുത്തു. തുടരും.